ഷാഫി പറമ്പിൽ MP ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പോലീസ് അതിക്രൂരമായിട്ട് ലാത്തിചാർജിന് വിധേയമാക്കുകയായിരുന്നു അദ്ദേഹത്തെ എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് മൂക്കിന് പരിക്കേറ്റിട്ടുണ്ട്, ചില പ്രവർത്തകർക്ക് കണ്ണിനടക്കം പരിക്കേറ്റിട്ടുണ്ട്. ഈ കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധ പരിപാടികൾക്കിടെയാണ് പോലീസ് അതിക്രൂരമായിട്ട് ലാത്തിചാർജ് ചെയ്തത്. CPMൻ്റെ ഏരിയ സെക്രട്ടറിയെ എന്ന പോലെയാണ് ചില പോലീസുകാർ പെരുമാറിയത് എന്നുകൂടെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. രതീഷ് വാസുദേവൻ അവിടെ നിന്ന് ചേരുന്നു. രതീഷ്, കോൺഗ്രസ് ഗൗരവത്തോടെ കാണുമല്ലോ സ്വാഭാവികമായിട്ടും. അദ്ദേഹത്തിന് പരിക്കേറ്റേണ്ട MP ആണ്. അദ്ദേഹത്തിന് ഏതാണ്ട് നന്നായി തന്നെ പരിക്കേറ്റതായി കാണുന്നുമുണ്ട്. ഇപ്പോൾ രതീഷ് എവിടെയാണ്? ആശുപത്രിയിലാണ് ഉള്ളത്. എന്താണ് മറ്റു വിവരങ്ങൾ? സനീഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. ഇവിടെയാണ് ഇപ്പോൾ പരിക്കേറ്റ ഷാഫി പറമ്പിൽ വിദഗ്ധ പരിശോധനയ്ക്കും മറ്റും എത്തിയിട്ടുള്ളത്. അദ്ദേഹം ഉള്ളിൽ പ്രാഥമികമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് ഈ ലാത്തിചാർജിൽ നല്ല തരത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. മൂക്കിൽ നിന്നൊക്കെ ചോര അദ്ദേഹം സംസാരിക്കുമ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കാണാമായിരുന്നു. മാത്രവുമല്ല, ഈ പ്രശ്നത്തിനിടയിലും കൃത്യമായ രാഷ്ട്രീയ സന്ദേശം കൂടെ നൽകുന്നുണ്ട് ഷാഫി എന്ന് പറയാതിരിക്കാൻ വയ്യ. നേരത്തെ പറയുന്ന ഈ ശബരിമല വിവാദമൊക്കെ ഇത്തരത്തിൽ ഈ ചോര കൊണ്ട് മാറ്റാൻ കഴിയില്ല, അത് നിങ്ങൾ ഓർക്കണം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഷാഫി പറമ്പിൽ കൃത്യമായി നടത്തി എന്നതും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകരൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം അകാരണമായി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു പ്രകോപനം ഉണ്ടാവുകയും മർദ്ദനം ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ജനാധിപത്യപരമായി സ്വാഭാവികമായിട്ടും പ്രകടനം പ്രതിഷേധമൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരത്തിലൊരു ആവേശമൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനെ ഏകപക്ഷീയമായി തടയാൻ ശ്രമിച്ചതാണ് പ്രവർത്തകർക്ക് പ്രകോപനം ഉണ്ടാവുകയും അതൊരു സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്തത്. ഷാഫി പറമ്പിലും DCC പ്രസിഡന്റും നേരത്തെ നിശ്ചയിക്കാതെ തന്നെയാണ് അവിടെ എത്തിയത്. കാരണം ഈ സംഘർഷം അവിടെ ഉണ്ട് എന്നറിയുകയും അവിടേക്ക് എത്തിച്ചേരുകയുമായിരുന്നു. സ്വാഭാവികമായിട്ടും MP എന്ന നിലയിൽ പ്രവർത്തകരെ ശാന്തരാക്കാനും അവർക്ക് ആ കാര്യങ്ങളിൽ നേതൃത്വം നൽകാനുള്ള ശ്രമം നടത്തുക സ്വാഭാവികമാണ്. അത്തരം പ്രവർത്തനങ്ങൾക്കിടയിലാണ്, അവരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് ഏകപക്ഷീയമായി പ്രവർത്തകരെ മർദ്ദിക്കാൻ ആരംഭിച്ചത്. ആ മർദ്ദനത്തെ തടയുന്നതിനിടയിൽ തന്നെയാണ് ഷാഫി പറമ്പിലിനെ MP ആണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് കൂടി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മർദ്ദനത്തിന് നേതൃത്വം നൽകി എന്നുകൂടി കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. അത് ചെറിയ കാര്യമല്ല. കാരണം കൃത്യമായി ഷാഫി പറമ്പിൽ MPയെ നോക്കി അടിച്ചു അല്ലെങ്കിൽ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ ഒരു ഏറ്റുമുട്ടൽ എന്നതിന് അപ്പുറം പോലീസും കോൺഗ്രസ് UDF പ്രവർത്തകരും തമ്മിലുള്ള ഒരു തരത്തിലുള്ള ശരി നന്ദി രതീഷ് വിവരങ്ങൾക്ക്.